ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അറബിക് ഫുഡ്സാണ്. സാധാരണ ബിരിയാണിയിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികൾ തികച്ചും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട്, ചിക്കനൊക്കെ പുറത്തുനിന്ന് വാങ്ങണം അതൊക്കെ, എന്നാലും വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ചിക്കൻ അത്യാവശ്യം നല്ല വലിയ സൈസിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കറിയാലോ മജ്ബൂസ് ഒക്കെ കഴിക്കുമ്പോൾ, മന്തിയൊക്കെ കഴിക്കുമ്പോൾ നല്ല വലിയ പീസായിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. അപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തത്, വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് പൊടിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അറബികൾക്ക് അധികം എരിവും പുളിയൊന്നും പറ്റില്ല, അവർക്ക് അങ്ങനെ സ്പൈസി ആയിട്ടുള്ളതൊന്നല്ല. മജ്ബൂസൊക്കെ സ്പൈസി ഇല്ലാത്ത തന്നെയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് അത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളുടേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള മജ്ബൂസാണ്. അപ്പോൾ നിങ്ങൾ ചിലർ കമൻസിൽ പറയുകയാണെങ്കിൽ മജ്ബൂസ് ഇങ്ങനെയല്ല ഉണ്ടാക്കൽ, മജ്ബൂസ് ഇങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ടാണ് ചെയ്യാറെന്ന്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ KFC ഉണ്ടാക്കിയ ടൈമിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, KFC അങ്ങനെയല്ല ഉണ്ടാക്കൽ പറഞ്ഞിട്ട്. ഉണ്ടാക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു റെസിപ്പിയും ഒരേപോലെ അല്ലല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയിലേക്ക് മാറ്റുമ്പം എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മജ്ബൂസും എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഇനി ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവല്. പിന്നെ ഇങ്ങനത്തെ നമ്മൾ അറബിക് റൈസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗവും തിരിച്ചു മറിച്ചും നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മൾ ഈ റൈസിലേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നിട്ട് കൊടുക്കാം. അതുപോലെ 3-4 ഏലക്കായ, ഒരു 2 വലിയ പീസ് പട്ട, ഒരു 4-5 ഗ്രാമ്പു. ഒന്നും ഞാൻ ക്രഷ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക്, അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലി, നമ്മളെ കൊത്തമല്ലി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ പൊട്ടിക്കാതെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതൊക്കെ ഈ ഓയിൽ കിടന്നിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതേ സമയം ഞാൻ അവിടെ നമ്മളെ ഈ റൈസിലേക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 1 കിലോ അരിക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുള്ളൂ. നമ്മളെ ബിരിയാണിനേക്കാളും ഈസിയാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഒരുപാട് വഴറ്റേണ്ട സമയമൊന്നും മെനക്കെടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണം മറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, എരിവില്ലാത്ത ഒരു 3 പച്ചമുളക്, കീറൊന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മസാലയ്ക്കുള്ള ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ റൈസിലേക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചതച്ച ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു തക്കാളിയാണ് അരിഞ്ഞ് ചേർത്തത്. ഇനി ഒരു തക്കാളി ഞാൻ മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ബോയിലൊന്നും ചെയ്യാതെ ഡയറക്റ്റ് തക്കാളി എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 തക്കാളി ചേർത്ത് കിട്ടും. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മജ്ബൂസ് മസാലയാണ് കേട്ടോ. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. എല്ലാ മസാലയും നമുക്ക് കിട്ടാറുണ്ട്, മജ്ബൂസ് അതുപോലെ കബ്സ എല്ലാതും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചുക്ക് ഉണ്ടല്ലോ, ചുക്ക് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 മാഗി ക്യൂബ് ഇടണം കേട്ടോ. നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിന് ഞാനിപ്പോൾ 1 ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ഇട്ടുള്ളത്. നിങ്ങൾ 2 എണ്ണം ഇടണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ, അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. നല്ല രസമാണ് ഈ ഡ്രൈ ലെമൺ ഇതിൽ കടിക്കാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അധികം നേരമൊന്നും വഴറ്റണ്ട, എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ ആ റൈസിന് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ മല്ലി പുതിന ഇല 1 ടേബിൾ സ്പൂൺ, വളരെ കുറച്ച് മതിയിട്ട് ഇതിലേക്കൊക്കെ മല്ലി പുതിന. നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ ഒരുപാടൊന്നും വേണ്ട. അടച്ച് വെച്ചിട്ട് നമുക്ക് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ അരി ഞാൻ അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1 ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, 1 ക്യാരറ്റ് ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ക്യാരറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് തുറന്നു നോക്കുമ്പം ഒരു 1/4 ഭാഗം ഇങ്ങനെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു വെള്ളം ബാക്കിയുള്ള രീതിയിൽ എത്തുമ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട്
പിന്നെ ഇതാ നമ്മൾ വീണ്ടും തുറന്ന് നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം ഫുള്ള് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം കേട്ടോ. ആ ചിക്കൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നല്ല വെള്ളത്തിലിട്ട് കൊടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചോറ്. ഇനി ഒരു 1/4 ഭാഗം കൂടി കുക്കാവാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി പുതിന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ പകുതിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ക്യാപ്സിക്കം ഒന്നും ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ മജ്ബൂസിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, ആ പൗഡർ അത് ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണും കൂടെ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മജ്ബൂസ് മസാലയും കൂടെ ഇട്ടിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല സ്ലോയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കണ പോലെ നമ്മളെ മൂടിയിട്ട് തുറന്നു നോക്കുമ്പം ഒക്കെ കാണാം നിങ്ങൾക്ക്. നല്ലൊരു സ്മെല്ല്, നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. അടിപൊളി ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മളെ റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനും അതുപോലെ റൈസും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തികച്ചും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് പൊതുവേ ഈ ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി വെക്കുന്നത് അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു മജ്ബൂസ് ഈ ഒരു അരിയിലാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മജ്ബൂസ് ഒന്നും കഴിക്കാൻ നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ താഴെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണുക. അതുപോലെ ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.